ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ശ്വേത സെന്തിൽ. അപ്പോൾ ഇന്നത്തേത് ഒരു പാലക്കാടൻ അപാരതയാണ് കേട്ടോ. പാലക്കാടൻ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പാലക്കാട് പോവുകയാണ്. ഇതെല്ലാവളെ കൊണ്ട് അവിടെ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വെക്കേഷനല്ലേ. അപ്പോൾ നമ്മുടെ കസിൻസ് എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കുട്ടി ഒരു നിർബന്ധം, എനിക്ക് പാലക്കാട് പോയേ പറ്റൂ, എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം, എനിക്ക് എൻ്റെ കാട്ടിൽ പോകണം, എനിക്ക് ആ ചൂടത്ത് പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കുട്ടി ഭയങ്കര ബഹളം. എന്നാൽ പിന്നെ കുറച്ച് നാൾ അവിടെ പോയിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഏട്ടന് കുറേ പണികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഫ്ലാറ്റിലെ ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് ഭയങ്കര ബോറാണ്. അപ്പോൾ 24 മണിക്കൂറും ടി വിയും കണ്ടുകൊണ്ടിരിക്കേണ്ട കൊച്ചുങ്ങൾ ഇച്ചിരി ഓടിച്ചാടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പാലക്കാട് പോകാൻ തീരുമാനിച്ചു. അങ്ങനത്തെ ഒരു ഉച്ചരായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ല നട്ടുച്ചയാണ്, നല്ല ചൂടാണ്, കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഒരു ചായ ആകാം. നമുക്ക് ചായ ഒരു വികാരമാണല്ലോ. അങ്ങനെ പിന്നെ പോയി നമ്മുടെ സേട്ടൻ ചിരിക്കുന്ന കണ്ടോ, എൻ്റെ ഫഹദ് ഫാസിലാണോ എൻ്റെ സേട്ടൻ. അങ്ങനെ ദേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അവൾ ബാക്കിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട്. മൊബൈൽ നിങ്ങൾ നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ മാറ്റി അവിടെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ട് പോകും, നമ്മൾ തിരിച്ച് മേടിക്കും. അങ്ങനെ ദേ ഒരു ബേക്കറിയിൽ പോയി ചായ കുടിക്കാനായിട്ട് പോയി. ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ജാട, പറ്റില്ല അത്ര. ഒരു കിൻഡൊരു സാധനം അവിടെ നിന്ന് മേടിച്ചെങ്കിലും പുള്ളിക്കാരന് വീഡിയോ എടുക്കുന്നത് താല്പര്യമില്ല അത്ര. പക്ഷെ നല്ല വൃത്തിയുടെ സമോസയായിരുന്നു കേട്ടോ. ഉള്ളത് പറയണല്ലോ ചേട്ടാ, എന്തിനിടെ ഇതെന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കട്ടൻ ചായ മാത്രം കൊള്ളായിരുന്നു. അങ്ങനെ അതും കുടിച്ച് സന്തോഷവതിയായി ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മേലെ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ് അവന് 2 ഡയലോഗും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. അവനെന്ന് വെച്ചാൽ ഞാൻ കടയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, കടക്കാരല്ല കേട്ടോ. അങ്ങനെ ബായൊക്കെ പറഞ്ഞ് ഇനി മേലെ വരില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുകയാണ് പാലക്കാടേക്ക്. ഹലോ ഗായ്സ്, സുഖമല്ലേ? കണ്ടില്ലേ ഗൈസ്, അതാണ് എൻ്റെ പ്രത്യേകത. അങ്ങനെ ടോക്കിംഗ് ടോമുമായിട്ട് അവിടെ കിടന്ന് ഗുസ്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കേട്ടോ പെങ്കൊച്ച് ബാക്കിലോട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിയത്. ഇത്രയും നാളെ എൻ്റെ മടിയിലായിരുന്നു. അങ്ങനെ ഇപ്പം നിർബന്ധിച്ച് ബാക്കിലിരുത്താണ്. വലിയ കുട്ടിയായില്ല, ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നാൽ പറ്റൂല, എനിക്ക് മേലാന്ന് പറഞ്ഞ് ബാക്കിൽ പിടിച്ചിരുത്തി. ദേ പാലക്കാടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല രസമാണ്. ചുറ്റും 2 സൈഡിലും മലകളൊക്കെയാണ്. പിന്നെ ഈ കുതിരാൻ വഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഇപ്പോൾ തുരങ്കമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പോക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഈ കൊല്ലം പാലക്കാട് ബന്ധം എങ്ങനെ? സംതിങ് റോങ്, തെറ്റിദ്ധരിക്കേണ്ട, പ്രേമവിവാഹം തന്നെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമവിവാഹമൊന്നും അല്ല കേട്ടോ. ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അധികം പ്രേമിക്കാനൊന്നും നിന്നൊന്നുമില്ല. അതിന് മുന്നേ തന്നെ ചേട്ടൻ വന്ന് വീട്ടിൽ ചോദിച്ചു. ചേട്ടൻ്റെ ഒരു പ്രേമം പൊളിഞ്ഞത് ആശ്വസിപ്പിക്കാൻ പോയതാണ് കേട്ടോ ഈ ഞാൻ. പക്ഷെ ചേട്ടൻ മിടുക്കനായതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ ഭാര്യയായി. അതുകൊണ്ട് ആരും ഇനി അധികം പ്രേമം പൊളിഞ്ഞവരെ ആശ്വസിപ്പിക്കാനായിട്ട് നിൽക്കണ്ട, പണി കിട്ടും. പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഇത് ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നല്ല നല്ല ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. കാരണം ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു 12 പ്രാവശ്യമെങ്കിലും ഡിവോഴ്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. 12 പ്രാവശ്യം ചെയ്ത് കാണും നമ്മൾ. കാരണം പലവട്ടമായിട്ട് പറയാറുണ്ട്, ഡിവോഴ്സ് വേണോ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷേ ഒരു 10 ഇനിയിപ്പോൾ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി വരികയാണ്. ഇത്രയും നാളൊക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളതങ്ങ് സെറ്റ് ആയിക്കോളും. അതിൻ്റെ കഥകളും ടിപ്സൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കാരണം 6 മണി 6:30ക്ക് മുന്നേ ചേട്ടൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ ചേട്ടൻ ഫുഡ് കഴിക്കില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് ദേണ്ട എത്തി. മമ്മി ഇതോ കാത്തിരിക്കുന്നു ഞങ്ങളെ. അങ്ങനെ അമ്മ ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം. പിന്നെ പോകുന്നു തിരിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ മോഹമൊക്കെ മാറിയോ, ഇതെന്താണ് ഇത്, വന്ന ഉടനെ പോവുകയാണോ എന്നൊക്കെ. പിന്നെ കൊച്ചിനെ അവിടെ നിർത്തും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. ഇതാണ് അവളുടെ കസിൻസ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചാടിത്തുള്ളി കാടി ബഹളം വെട്ടും കുത്തുമൊക്കെ ആയി. അങ്ങനെ ഒരേ ഒരു പെങ്ങളാണ് കേട്ടോ. 3 ആങ്ങളമാരുടെ ഒരാളും കൂടെ ഉണ്ട്. അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അവനോടില്ല. അങ്ങനെ എല്ലാവരും കൂടി കളിച്ച് തിമിർത്ത് ഭയങ്കര വൈബായി. ബഹളമാണ് കേട്ടോ ഇതൊക്കെ. അത് ഞാൻ കേൾപ്പിക്കാം. അങ്ങനത്തെ ഈ ഡിസ്കോ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് റൂമൊക്കെ അലങ്കോലമാക്കി ഡിസ്കോ ലൈറ്റ്സൊക്കെ വെച്ച് വേറെ വൈബാക്കി. പിള്ളേരുടെയൊക്കെ ഒരു വൈബേ എന്താ അല്ലേ. അങ്ങനെ പിന്നെ അമ്മ അവിടെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടനെ എൻ്റെ നാത്തൂനെ കാണിക്കാൻ മറന്നു കേട്ടോ. അടുത്ത വ്ളോഗിൽ കാണിക്കാം. അങ്ങനെ പുള്ളിക്കാരത്തി അവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചുടുന്നു, ഇടിയപ്പം ഇവിടെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പിന്നെ നേരത്തെ കഴിച്ചുകൊണ്ട് വിശപ്പൊന്നുമില്ലെന്ന്, പിന്നെ എന്തായാലും അമ്മ ഉണ്ടാക്കിയതല്ലേ എന്ന് വെച്ചാൽ ഒരു ഇടിയപ്പം കൂടെ കഴിച്ച് അങ്ങനെ സന്തോഷവതിയായി ഞങ്ങൾ രാത്രി തന്നെ യാത്ര തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ചെയ്യൂ ഗൈസ്. ബൈ.